പെണ്ണ്. 8 മണിയാകുമ്പോൾ സേതുവിന് ഫുഡ് നിർബന്ധമാണ്. ഇല്ലത്ത് കുറച്ച് ദിവസം താമസിച്ചപ്പോൾ പത്മയ്ക്കത് മനസ്സിലായി. ഇന്ന് ഒരു ദിവസം റെസ്റ്റ് എടുപ്പിച്ചതാണ് ഞാൻ. നാളെ മുതൽ അച്ഛൻ്റെ തറവാട്ടിലൊക്കെ ഒന്ന് പോകണം, ദേവകി പറഞ്ഞു. അമ്മേ, അത് പിന്നെ അമ്മാവൻ്റെ അടുത്തൊക്കെ പോയിട്ട് പോരെ? അവിടെ പോയ 4 ദിവസം അവിടെ നിൽക്കേണ്ടതല്ലേ മോനെ? അത് കഴിയുമ്പോൾ ഒരുപാട് ദിവസം മുന്നോട്ട് പോകും. ഇല്ലമ്മേ, അവിടെ ഒരു ദിവസം നിന്നിട്ട് പോരാ. എന്നിട്ട് അച്ഛൻ്റെ തറവാട്ടിൽ പോകാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ഡൽഹി പോകണം. നെക്സ്റ്റ് വീക്ക്? അതെന്താ, 1 മന്ത് കൂടി ഇല്ല ലീവ്? ഇല്ലമ്മേ, ഇന്നലെ നൈറ്റ് എനിക്ക് മെയിൽ വന്നു, അർജൻറ്റാണ്, എനിക്ക് പോകണം. ശിവ ശിവ, ഇതാ അപ്പോൾ നന്നായത്. അപ്പോൾ എൻ്റെ ആയുർവേദ ചികിത്സ എങ്ങനെയാണ്? ദേവകിയാണെങ്കിൽ വാദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. ഒരു കാര്യം ചെയ്യുക, പത്മ കൂടി അമ്മയ്ക്ക് കൂട്ടായി നിൽക്കട്ടെ, ഞാൻ പോയിക്കോളാം. നീ എന്താണ് ഈ പറയുന്നത്? നീ തനിച്ചു പോകാനാണോ വേളി കഴിഞ്ഞ്? അത് ഒരാഴ്ച ആവുമ്പോഴേക്കും? അതമ്മേ, എനിക്ക് നെക്സ്റ്റ് വീക്ക് ഓഫീസിലെത്തണം. പത്മ ഇവിടെ നിൽക്കും അമ്മയോടൊപ്പം. അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. പത്മ ദയനീയമായി അവനെ നോക്കി. ആഹാ, നീ എന്താണ് മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? പത്മമോൾ എന്തായാലും നിൻ്റെ ഒപ്പം വരട്ടെ. ഞാൻ ഇല്ലത്തേക്ക് പോയിക്കോളാം. അവിടെ ആവുമ്പോൾ ഗിരിജയുണ്ട്, ദേവകി തീരുമാനിച്ചുറപ്പിച്ചു. പത്മ ഒരു അക്ഷരം പോലും ഉരിയാടാതെ നിൽക്കുകയാണ്. സേതുവേട്ടൻ തന്നെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. അവൾക്കത് മനസ്സിലായി. പത്മമോളുടെ മുഖം കണ്ടോ? ആകെ സങ്കടം എൻ്റെ കുട്ടിക്ക്. ഈ സേതുവേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കൂട്ടോ. അവർ മകൻ്റെ നേർക്ക് കൈയോങ്ങി. അല്ലമ്മേ, ഞാൻ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞേ ഉള്ളൂ. ഞാൻ ജോലിക്ക് പോയിട്ട് വരണതുവരെ പത്മ റൂമിൽ തനിച്ചിരിക്കണ്ടേ? അത് ബോറാവില്ലേ? അറിയാത്ത നാട്ടിൽ ഒറ്റയ്ക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ ഇനി മോൾക്ക് പ്രാക്ടീസ് ആയിക്കോളും. എൻ്റെ കാലം കഴിഞ്ഞാലും ഈ കുട്ടി ഒറ്റയ്ക്കല്ലേ നീ ജോലിക്ക് പോകുമ്പോൾ? അമ്മ, ഒരു 5 മന്ത്സിനുള്ളിൽ ഞാൻ ജോബ് റിസൈൻ ചെയ്ത് വരില്ലേ ഇങ്ങോട്ട്? ഓവോ, നീ വരും എന്ന് വെച്ചാൽ അതുവരെ ഈ കുട്ടി നിന്നെ കാണാതിവിടെ. അമ്മ, മാസങ്ങൾ പെട്ടെന്ന് പോവില്ലേ? നീ എന്താ എൻ്റെ കുട്ടിയെ ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇവൾ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. പത്മമോളെ, ഇവിടെ വരൂ. അവർ പത്മയെ വിളിച്ചു. എന്താണ് അപ്പച്ചി? നിനക്ക് ഇവൻ്റെ ഒപ്പം പോണോ അതോ എൻ്റെ കൂടെ ഇവിടെ നിൽക്കണോ? പറയൂ കുട്ടി, നീയാണ് തീരുമാനിക്കേണ്ടത്. അത് പിന്നെ അപ്പച്ചി, സേതുവേട്ടൻ പറയും പോലെ ചെയ്യാം. ശരി, നിനക്കവിടെ തനിച്ച് നിൽക്കാൻ കഴിയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഈവൻ ജോലിക്ക് പോകുമ്പോൾ കുറച്ച് സമയം കുട്ടി ഒറ്റയ്ക്ക് നിൽക്കണം. സേതുവേട്ടൻ തീരുമാനിക്കട്ടെ അപ്പച്ചി, എനിക്കെന്തായാലും കുഴപ്പമില്ല. കേട്ടോ സേതു, കുട്ടിക്ക് എന്തായാലും കുഴപ്പമില്ല. അതിൻ്റെ അർത്ഥം അവൾക്ക് നിൻ്റെ ഒപ്പം വരണതാണ് ഇഷ്ടമെന്ന്. അവരത് പറഞ്ഞപ്പോൾ സേതു പിന്നീട് ഒന്നും പറഞ്ഞില്ല. അവൻ പത്മയെ ഒന്ന് പാളി നോക്കി. അവളുടെ ദയനീയമായ മുഖം കണ്ടപ്പോൾ അവന് സങ്കടമായി. എങ്കിൽ ശരി, അടുത്ത ആഴ്ചയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാം. അവനത് പറയുകയും പത്മയുടെ കണ്ണുകൾ തിളങ്ങി. അങ്ങനെ വഴിക്കുവാ. ഇത്രയുള്ളൂ എൻ്റെ കുട്ടൻ. ദേവകി മകൻ്റെ കൈത്തണ്ടയിൽ ഒരു നുള്ളു കൊടുത്തു. പത്മ ആശ്വാസത്തോടെ അടുക്കളയിലേക്ക് പോയി. സേതുവിന് ഭക്ഷണമെല്ലാം ചെറു ചൂടോടു കൂടി വേണം. അതുകൊണ്ട് അവൾ കറികളൊക്കെ എടുത്ത് ചൂടാക്കുകയാണ്. മോനെ സേതു, പത്മമോളുമായിട്ട് ഒരു മൂവി കാണാൻ പോടാ. ഒക്കെ ഡൽഹി ചെന്നിട്ടാവട്ടെ. അവൻ ഒഴിഞ്ഞു മാറി. നിനക്കെന്താ ഇത്രയ്ക്ക് നാണമാണോടാ? എല്ലാവരും വേളി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഒന്ന് പോകാൻ കാത്തിരിക്കും. ഇവനാണേ നേരെ തിരിച്ച്. അമ്മേ, ഒക്കെയ്ക്കും ഇനി ഒരുപാട് സമയമുണ്ട്, അത് ഓർക്കുക. നീ ഓർത്താൽ മതി, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. അപ്പോഴേക്കും പത്മ ഫുഡെല്ലാം എടുത്ത് മേശമേൽ നിർത്തി. മോളെ, ഇവൻ എപ്പോഴും ചൂട് വേണം ഭക്ഷണം കഴിക്കുമ്പോൾ. ഞാനത് പറയാൻ മറന്നു. ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. എല്ലാം ഞാൻ ചൂടാക്കി അപ്പച്ചി. ആഹാ, മിടുക്കി. അങ്ങനെ വേണം. ഭർത്താവിനോട് സ്നേഹവും കരുതലും ഉണ്ട് എൻ്റെ കുട്ടിക്ക്. കണ്ടോടാ. സേതു അവളെ നോക്കി. പത്മ മുഖം താഴ്ത്തി നിന്നതേ ഉള്ളൂ. ദേവകിയുടെ ഫോൺ ചിലിച്ചു. ഹലോ. ആ അമ്മേ. എൻ്റെ അമ്മയൊന്നും പറയണ്ട. വേളിക്ക് മുമ്പ് കളിച്ച് ചിരിച്ച് നടന്ന പത്മമോൾക്കാണെങ്കിൽ ഇപ്പം സേതുവിനെ നോക്കാൻ പോലും നാണാണ്. അതും പറഞ്ഞുകൊണ്ട് ദേവകി പൊട്ടിച്ചിരിച്ചു. മോളെ, ദേ മുത്തശ്ശിയാണ്. ഹലോ. ആ മുത്തശ്ശി. എന്തോ? സുഖാണ്. മറ്റന്നാൾ വരാം മുത്തശ്ശി. അച്ഛനെവിടെ? മുത്തശ്ശൻ കാവിപ്പോയോ? അമ്മ എന്തെടുക്കുക? അവൾ വാചാലയായത് സേതു കണ്ടു.
സേതു എഴുന്നേറ്റ് കൈ കഴുകാൻ പോയപ്പോൾ പത്മ വേഗം കട്ട് ചെയ്തു. മുത്തശ്ശി, ഞാൻ പിന്നെ വിളിക്കാമേ, സേതുവേട്ടൻ ഫുഡ് കഴിക്കാൻ പോവാണ്. അവൾ ഉത്തരവാദിത്വമുള്ള ഒരു ഭാര്യയായി മാറുകയായിരുന്നു. അവന് ചോറും കറികളും എല്ലാം അവൾ വിളമ്പി. കടും മെറൂൺ നിറത്തിൽ അവളുടെ ഇരു കൈത്തണ്ടയിലും മൈലാഞ്ചി ഇട്ടിരിക്കുന്നതിലാണ് അവൻ്റെ കണ്ണുകൾ. മൂവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ദേവകി കുറച്ച് സമയം ടി വി കണ്ടിരുന്നു. പത്മ അപ്പോൾ റൂമിലേക്ക് വന്നു. അവളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു. അത് സിത്തുവായിരുന്നു. പത്മ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? എന്തായാലും നമുക്ക് ഒരു 5 മാസം കാത്തിരിക്കാം. പൂജയോടെല്ലാം ഒന്ന് ആറി തണുത്തു കഴിഞ്ഞ് മെല്ലെ അവതരിപ്പിക്കാട്ടോ. അതായിരുന്നു മെസ്സേജ്. അവൾക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. എല്ലാം ഇത്രയും ആക്കിയിട്ട് പറയുന്ന കേട്ടില്ലേ? ഒരു കാര്യവും തന്നോട് പറയാതെ സേതുവേട്ടനെ വിഷമിപ്പിച്ചു. എന്നിട്ട് ഇനി ഇയാൾ എനിക്ക് വേണ്ട. ഇങ്ങനൊരു സാറിനെ താൻ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അവൻ്റെ നമ്പർ അപ്പോൾ തന്നെ അവൾ ബ്ലോക്ക് ചെയ്തു. തനിക്കിനി സാറ് വേണ്ടെന്ന് സേതുവേട്ടനെ കൊണ്ട് തന്നെ സാറിനോട് പറയിപ്പിക്കാൻ അവൾ തീരുമാനിച്ചു. സേതു ലാപ്ടോപ്പിൽ എന്തൊക്കെയോ വർക്ക് ചെയ്യുകയാണ്. അവൾ കുറേ സമയം കട്ടിലിൽ തന്നെയിരുന്നു. സേതു കിടക്കട്ടെ എന്ന് കരുതി ഇരിക്കുകയാണവൾ. താൻ കിടന്നോളൂ, ഞാൻ ലേറ്റാവും. ഞാൻ ഏട്ടൻ വന്നിട്ട്. അനാവശ്യമായ ആചാരമൊന്നും വേണ്ട. ഉറക്കം വരുമ്പോൾ കിടന്നുറങ്ങുക. അവൻ്റെ ശബ്ദം കനത്തു. പത്മ പിന്നീട് ഒന്നും പറയാതെ ഒരു വശം ചെരിഞ്ഞു കിടന്നു. അവൾക്കാണെങ്കിൽ ഒന്ന് പൊട്ടിക്കരയണമെന്നായിരുന്നപ്പോൾ. എൻ്റെ കണ്ണ, ഇതെന്തൊരു പരീക്ഷണമാണ്! അതിന് മാത്രം എന്ത് തെറ്റാണ് ഈ ഉള്ളവൾ ചെയ്തത്? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പത്മമോളില്ലാഞ്ഞിട്ട് ഒരു മനസ്സുഖം ഇല്ല. കാലത്തെ കാവിലേക്ക് പുറപ്പെടാൻ ഇറങ്ങിയപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഇത് ചെയ്യാനാണ്. ആ, അവൾ സന്തോഷമായിട്ടിരിക്കട്ടെ. മുത്തശ്ശി മന്ദഹസിച്ചു. ദേവികയാണെങ്കിൽ പരമസന്തോഷത്തിലാണ്. അവൾക്ക് കൂട്ടായല്ലോ. അവളാണെങ്കിൽ പത്മമോൾ ജനിച്ച അന്ന് എന്നോടൊന്ന് പറയാം, ഈ കുട്ടിയെ ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ മോൻ്റെ വേളിയാക്കൂന്ന്. അത് അക്ഷരം പ്രതി അവൾ പാലിച്ചു. മുത്തശ്ശി അടക്കം പറഞ്ഞു. ഓവ്, ഇനി നീ അത് പറഞ്ഞോ? ആരും കേൾക്കണ്ട. കേട്ടാലെന്തേ? അവൾ പറഞ്ഞ പോലെ നടന്നില്ലേ? ഓ, നടന്നു. നീയും നിൻ്റെ ഒരു മകളും. ഇതപ്പോൾ നന്നായി. നിങ്ങൾ കാവിലേക്ക് പുറപ്പെടുക. നേരം പുലർന്നു. മുത്തശ്ശി ധൃതി കാട്ടി. നാളെ കുട്ടികൾ വരില്ലേ ഗിരിജേ? എന്തൊക്കെയാണ് വിഭവങ്ങൾ? അമ്മ പറഞ്ഞോളൂ, എന്തു വേണേലും ഞാൻ ഉണ്ടാക്കും. ചില്ലി ഗോപി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ദേവകി പറഞ്ഞതാണ്. അതിഷ്ടാണെന്ന് സേതൂട്ടന്. അമ്മേ, അത് കോളിഫ്ലവർ ഒക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കി തന്നില്ലേ? ആ കറിയാണ്. ആഹാ, കൊള്ളാം. അതാണോ? ഞാൻ വിചാരിച്ചത് എന്താണെന്ന്. അവൾ പറഞ്ഞത് കേട്ടാ തോന്നും അതാ നാട്ടിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന്. അതൊക്കെ നമുക്ക് റെഡിയാക്കാമേ. അത് മതി. വിഷൻ ഉണർന്നോ? ഓവ്, യോഗ ചെയ്യുന്നു. അവനാകെ വിഷമത്തിലാണ് കുട്ടി പോയതോടെ. അമ്മേ, ഏട്ടന് ഭയങ്കര സങ്കടമാണ്. എന്ത് ചെയ്യാനാ? നാളെ ഇങ്ങോട്ട് വരുമല്ലോ, അതുകൊണ്ട് സാരമില്ല. പിന്നെ 4 ദിവസം ഇവിടെ നിൽക്കും. അമ്മേ, ഞാനിന്ന് കാവിൽ പോയി തൊഴുതു വരാം. 2 ദിവസമായി പോയിട്ട്. ഗിരിജ കാവിലേക്ക് പുറപ്പെട്ടു. മോളെ പത്മ, ഇന്ന് നിങ്ങൾ 2 ആളും കൂടെ ചിറ്റപ്പൻ്റെ ഇല്ലത്തൊന്ന് പോകണം കേട്ടോ. വനജനാഥൂൻ ഇന്നലെ വൈകിട്ട് വിളിച്ചു. ദേ കുട്ടികൾ വരാത്തേന്ന്. നീ ചെന്ന് സേതുവിൻ്റെ അടുത്ത് ഒന്ന് പറയുക. പോകാം അപ്പച്ചി, സേതുവേട്ടനോട് ഞാൻ പറയാം. സേതു അന്ന് ഉണരാൻ അല്പം വൈകി. തലേദിവസം ഒരുപാട് നേരം പോയാണ് അവൻ ഉറങ്ങിയത്. അവനുള്ള ചായ അവൾ മേശമേൽ വെച്ചു. സേതുവേട്ടാ. അപ്പച്ചി പറഞ്ഞു ഇന്ന് നിരപ്പേൽമടത്തിൽ പോകണമെന്ന്. അച്ഛൻ്റെ വീട്. ഇന്നോ? 2 ദിവസം കഴിയട്ടെ. അപ്പച്ചിയോട് അവിടുന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞു ഇന്ന് നമ്മൾ 2 ആളും ചെല്ലണമെന്ന്. അമ്മ അങ്ങനെയൊക്കെ പറയും. പെട്ടെന്ന് പോയിട്ട് വരായേട്ടാ, ഇല്ലെങ്കിൽ അപ്പച്ചിക്ക് സങ്കടാവും. അവൾ അവനെ നിർബന്ധിച്ചു. ശരി ശരി. അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നുന്നു. ഒടുവിൽ ഏട്ടൻ താൻ പറഞ്ഞത് സമ്മതിച്ചുവല്ലോ. അവൻ കുളി കഴിഞ്ഞു മാറിയിട്ട അവൻ്റെ ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് അലക്കുവാനായി കൊണ്ടുപോയി. കാലത്തെ പുട്ടും കടലക്കറിയുമായിരുന്നു കഴിക്കാൻ. പത്മയാണ് അന്നും ഭക്ഷണം ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണെന്ന് അവൻ ഓർത്തു. ഇന്നത്തെ കറി എങ്ങനെയുണ്ട് മോനെ? എൻ്റെ അമ്മേ, അമ്മ ഒന്ന് കഴിച്ചിട്ട് എഴുന്നേക്ക്. വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുവാണോ? നീ എന്താ മോനെ ഇങ്ങനെ?
സ്വന്തം ഭാര്യ നന്നായി വെച്ച് കറി കഴിച്ചിട്ട് ഒന്ന് അഭിനന്ദിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. പക്ഷെ അവൻ അതിന് മറുപടി പറഞ്ഞില്ല. അപ്പച്ചി, അപ്പച്ചി കൂടി റെഡിയാവുമോ? നമുക്ക് ഒരുമിച്ച് പോകാം. ഏയ്, ഞാനില്ല കുട്ടി. നാളെ നമുക്ക് ഒരുമിച്ച് അമ്മാത്ത് പോകാം. അത് സാരല്ല, അത് നാളെയല്ലേ. ഇന്ന് അപ്പച്ചി കൂടി വരൂ പ്ലീസ്. ഏയ് വേണ്ട വേണ്ട, നിങ്ങൾ രണ്ടാളൂടി പോയാൽ മതി. ഒരിടത്തും രണ്ടാളൂടി പോയില്ലല്ലോ. പിന്നീട് അവരൊന്നും പറഞ്ഞില്ല. പത്മയ്ക്ക് ഏറ്റവും മുന്തിയ രീതിയിലുള്ള ഡ്രസ്സാണ് ദേവകി എടുത്തു കൊടുത്തത്. അവൾ എത്ര അണിഞ്ഞൊരുങ്ങിയിട്ടും ദേവകിക്ക് മതിയായില്ല. അവസാനം സേതു വഴക്ക് പറഞ്ഞപ്പോഴാണ് ദേവകി ഒന്നും മതിയാക്കിയത്. സേതുവും പത്മയും കൂടി അവൻ്റെ കാറിൽ പുറപ്പെട്ടു. പോകുമ്പോഴേ സാറുമായിട്ടുള്ള ബന്ധം തനിക്കിനി വേണ്ടെന്ന് ഏട്ടനോട് പറയണമെന്നവൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തു. സേതു ഒരു ബേക്കറി കയറി കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത്. അവനാണെങ്കിൽ കാറിൽ പാട്ടിട്ടിരിക്കുകയാണ്. പത്മയ്ക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല. സേതുവേട്ടാ, ഈ പാട്ടം നിർത്തുമോ? എന്താണ്? എനിക്കൊരു കാര്യം പറയാൻ. എന്ത് കാര്യം? എനിക്കൊന്നും കേൾക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എൻ്റെ കാര്യം ഞാൻ മറ്റാരോട് പറയും? അവൻ മെല്ലെ വണ്ടി ഒതുക്കി. എന്താണ് പറയാനുള്ളത്? നീ പറയൂ. അത് പിന്നെ സേതുവേട്ടാ, എനിക്കിനി. അത് പറയുകയും അവൻ്റെ ഫോൺ ശബ്ദിച്ചു. 1 മിനിറ്റ്, കമ്പനിയിൽ നിന്നാണ്. അവൻ ഫോൺ എടുത്ത് കാതോട് ചേർത്തു. ഹലോ, ടെൽ മീ വരുൺ. അവൻ്റെ സംഭാഷണം കുറേ നീണ്ടുപോയി. പത്മയാണെങ്കിൽ ആകെ തളർന്നു. ഇടയ്ക്കെല്ലാം സേതു ആരോടോ ദേഷ്യപ്പെടുന്നുണ്ട്. എന്തോ കാര്യമായ പ്രശ്നമാണ്. താൻ നെക്സ്റ്റ് വീക്ക് വരും, അപ്പോഴെല്ലാം സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. എന്നിട്ടവൻ കാറ് അതിവേഗത്തിൽ ഓടിച്ചുപോയി. പത്മയോട് പിന്നീട് ഒന്നും അവൻ സംസാരിച്ചില്ല. അച്ഛൻ്റെ തറവാട്ടിലാണെങ്കിൽ ഒരു ഉത്സവത്തിനുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും പത്മയെ ഒരുപാട് ഇഷ്ടമാണ്. നല്ല അടക്കവും ഒതുക്കമുള്ള കുട്ടിയാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. അവൻ്റെ അച്ഛൻ്റെ അമ്മ അവരെ കാത്തിരിക്കുകയാണ്. വന്നു എൻ്റെ കുട്ടികൾ. അവർ രണ്ടുപേരെയും വാത്സല്യത്തോടെ ചുംബിച്ചു. പത്മ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അവൻ മുത്തശ്ശിയുടെ കാലിൽ തൊഴുതു. എൻ്റെ പത്മമോളെ, ഈ മുത്തശ്ശിക്ക് നിന്നെ ജീവനാണ്, ജീവൻ്റെ ജീവൻ. മുത്തശ്ശി കട്ടിലിരുന്നു. ഒപ്പം അവരിരുവരും. എൻ്റെ മോൻ്റെ ഉണ്ണിയെ കൂടി കാണണേ മുത്തശ്ശിക്ക്. അത് കഴിഞ്ഞ് ഞാൻ കണ്ണടയ്ക്കൂ. അവൾ പുഞ്ചിരി തൂകി. സേതു, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ കുട്ടിയെ? ഉവ്, കേട്ടു. എൻ്റെ വാക്കനുസരിക്കുമോ? ഉവ്, അവൻ പറഞ്ഞു. മിടുക്കൻ, അങ്ങനെ വേണം. അമ്മേ, മതി പറഞ്ഞത്. കുട്ടികൾക്ക് ഇത്തിരി സംഭാരം കൊടുക്കട്ടെ. വനജമ്മായി വന്ന് പറഞ്ഞപ്പോഴാണ് മുത്തശ്ശി എഴുന്നേറ്റത്. ശരി ശരി, നിങ്ങൾ ചെല്ലു മക്കളെ. രണ്ടാളും അപ്പച്ചി കൊടുത്ത സംഭാരം മുഴുവൻ കുടിച്ചു. അവരുടെ മക്കളായ മാളവികയും മിത്രയുമായി പത്മ കമ്പനിയായി. വനജമ്മയുടെ കൂടെ അടുക്കളയിലും അവൾ സഹായിക്കുന്നുണ്ട്. ഇടയ്ക്ക് സേതു വന്നപ്പോൾ അവൾ കുറച്ച് റോസും തെച്ചിയും ഒക്കെ കട്ട് ചെയ്ത് മേടിക്കുകയാണ്. എന്തേ പത്മ ഇതെല്ലാം? നമ്മുടെ ഇല്ലത്ത് വെച്ച് പിടിപ്പിക്കാനാണ് ഏട്ടാ, അവൾ സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞു. അവനല്പം ദേഷ്യം വന്നെങ്കിലും പുറമേ കാണിച്ചില്ല. സേതു, മോനെ ഭക്ഷണം എടുക്കാം, ഇങ്ങോട്ട് വരിക രണ്ടാളും. എൻ്റെ അമ്മായി, അതിന് പത്മതേ ഈ ചെടിയും പറിച്ച് നടക്കുമല്ലേ? സേതുട്ട, ഞാൻ ഇപ്പോൾ വരാം, 2 മിനിറ്റ്. ഒരു വാടാമല്ലിയുടെ പൂവ് പറിച്ചുകൊണ്ട് നിൽക്കുവാണവൾ. വിത്തെടുക്കാനാണ്. സേതു അകത്തേക്ക് കയറിപ്പോയി. ഇനി സേതുവട്ടൻ തന്നോട് അകൽച്ച കാണിച്ചാലും ശരി, താൻ അതൊന്നും മൈൻഡ് ചെയ്യില്ലെന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെ തട്ടിക്കളിക്കാനുള്ളതല്ല തൻ്റെ ജീവിതം. തൻ്റെ ഭർത്താവാണ് സേതുവട്ടൻ. ഇനി ഈ മനുഷ്യൻ മതി തനിക്കെല്ലാമായിട്ട്. സാറിനോട് വിളിച്ച് 2 വർത്താനം പറയാൻ അവൾക്ക് നാവ് വെമ്പി. താൻ അല്പം ബോൾഡായേ പറ്റൂ, അവൾ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞ് പത്മ കയറി വന്നു. ഈ ഉച്ചയ്ക്ക് ആരെങ്കിലും ചെടി വെട്ടുവോ? ഒക്കെ വാടിപ്പോകും പത്മ. സേതുവട്ട അങ്ങനെ പറയല്ലേ, ഞാൻ ഒരുപാട് ആശിച്ചതാണ് എന്ന് കരുതി. അതൊക്കെ ഇനി നട്ടാൽ വാടിപ്പോകത്തേ ഉള്ളൂ. വനജമ്മായി ഭക്ഷണമൊക്കെ മേശമേ നിർത്തി. പത്മ കൂടി വിളമ്പാൻ സഹായിച്ചു. സേതുവിന് അവളെല്ലാം വിളമ്പി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ. അവിടുത്തെ മുത്തശ്ശിക്കാണെങ്കിൽ പത്മയെ പിരിയാൻ വലിയ വിഷമമായിരുന്നു. മുത്തശ്ശി, ഞങ്ങൾ ഡൽഹി പോയിട്ട് 5-6 മാസം കഴിഞ്ഞു വരും. അപ്പോൾ ഞങ്ങൾ മുത്തശ്ശിക്കൊപ്പം വന്ന് നിൽക്കും, ഇല്ലേ സേതുവേട്ടാ? അവൾ സേതുവിനെ നോക്കി. നിൽക്കാം, അവനും സമ്മതിച്ചു. 4 മണിയാകാറായി അവരവിടുന്ന് പോന്നപ്പോൾ. ഇടയ്ക്കെല്ലാം അവന് കമ്പനിയിൽ നിന്ന് ഫോൺ വന്നു. അവനാകെ നിരാശനാകുന്നത് അവൾ അറിഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ പോകേണ്ടി വരുമെന്ന് അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് പറഞ്ഞു. യോ, അപ്പോൾ നാളെ ഇല്ലത്ത് പോണ്ടേ?
ഓ, ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ പേടിച്ചു. നാളെ ഇല്ലത്ത് പോകാൻ സന്തോഷിച്ചിരിക്കുമായിരുന്നു. പൊയ്ക്കോളൂ, ഞാൻ എതിർത്ത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഏട്ടൻ വരുന്നില്ലേ? അവൻ പക്ഷേ അതിന് മറുപടി പറഞ്ഞില്ല. രാത്രി കിടക്കാൻ നേരം സേതുവിൻ്റെ ഫോണിൽ സിദ്ധു വിളിച്ചു. അവൻ ഫോണെടുത്ത് പത്മയ്ക്ക് കൈമാറി. ദാ സാർ വിളിക്കുന്നുണ്ട്. അതിന് അതിനെനിക്കെന്താ? നിന്റെ വിശേഷം അറിയാനാണ്. എൻ്റെ വിശേഷം അറിയേണ്ട കാര്യം അയാൾക്കില്ല. എനിക്ക് അയാളോട് സംസാരിക്കുകയും വേണ്ട. അപ്പോഴേക്കും ഫോൺ കട്ടായി. കട്ടായല്ലോ. ആ നമ്പർ ബ്ലോക്ക് ചെയ്തിടേട്ടാ. അപ്പോഴേക്കും സിദ്ധു വീണ്ടും വിളിച്ചു. ഡി, മര്യാദയ്ക്ക് നീ അയാളോട് സംസാരിക്കും. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. ആ സാർ, ഞാൻ പത്മയ്ക്ക് കൊടുക്കാം. അവൻ ഫോൺ അവൾക്ക് നേർക്ക് നീട്ടി. എങ്കിലും അവൾ അത് മേടിക്കാൻ കൂട്ടാക്കിയില്ല. അവൻ ബലമായി അത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് മുറിക്ക് പുറത്തിറങ്ങി. ഹലോ സാർ. പത്മ, ഞാൻ ഇയാളുടെ ഫോണിൽ വിളിച്ചു. റെസ്പോൺസ് കിട്ടാഞ്ഞതുകൊണ്ടാണ്. സോറി സാർ, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ. പത്മ, താൻ എന്താണ് പറയുന്നത്? സർ, എനിക്ക് സാറിനോട് ഇഷ്ടമുണ്ടായിരുന്നു, അത് സത്യമാണ്. പക്ഷെ സേതുവേട്ടനുമായി വേളിക്ക് ശേഷം ഞാൻ പുതിയൊരാളായി. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ആ ചിന്തയൊന്നുമില്ല. പത്മ, സത്യമാണോ? അതെ, സത്യം. എൻ്റെ നാഗത്താനാണ് സത്യം. എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പുരുഷനേ ഉള്ളൂ. അതെൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ എൻ്റെ സേതുവേട്ടനാണ്. ഇനി സാർ എന്നെ വിളിക്കരുത്. സാറിനു വേണ്ടി പൂച്ച കാത്തിരിക്കുന്നില്ലേ? നിങ്ങൾ തമ്മിൽ ചേരാനാണ് ദൈവം വിധിച്ചിരിക്കുന്നത്. അതങ്ങനെ നടക്കട്ടെ. എന്നും എൻ്റെ പ്രാർത്ഥനയിൽ സാറുണ്ടാവും. പത്മ, ഞാൻ അത് പിന്നെ ഒന്നും പറയണ്ട സാർ. എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗുഡ് ബൈ. അവൾ ഫോൺ കട്ട് ചെയ്തു. മനസ്സിനാകെ സന്തോഷം തോന്നി. സാറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. സമാധാനം, അവൾ ഓർത്തു. സേതു വന്നപ്പോൾ അവൾ കട്ടിലിൽ കിടക്കുകയാണ്. അവൾ അവനെ കണ്ടതും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. സേതുവേട്ടാ. എന്നോടിപ്പോഴും ദേഷ്യമാണോ? നീ ഇത് തന്നെ ആവർത്തിക്കണ്ട പത്മ. എനിക്കാരോടും ഒരു ദേഷ്യവുമില്ല. സേതുവേട്ടനാണെങ്കിൽ എന്നോടൊന്ന് നേരെ ചൊവ്വേ സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ. ആര് പറഞ്ഞു? അപ്പച്ചി പറഞ്ഞു. എനിക്കങ്ങനെ തോന്നുകയും ചെയ്തു. ഓ പിന്നെ, അമ്മയ്ക്ക് വേറൊരു തൊഴിലുമില്ല. എന്നോട് അത്രയ്ക്ക് ദേഷ്യമാണെങ്കിൽ ഏട്ടൻ എന്നെ നാളെ എൻ്റെ ഇല്ലത്ത് നിർത്തിക്കോ. ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല. നീ അവിടെ നിന്നോളൂ, എനിക്ക് പ്രശ്നമില്ല. സേതുവേട്ടനപ്പോൾ അത്രയേ ഉള്ളൂ എന്നോടുള്ള സ്നേഹം. അവളാണെങ്കിൽ ആ പഴയ പത്മയായതുപോലെ അവന് തോന്നി. എന്തെങ്കിലും കാര്യം സാധിക്കാൻ അവൾ പറഞ്ഞതിന് ശേഷം അവൻ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അപ്പോൾ ബഹളം വയ്ക്കും. സേതുവേട്ടൻ എന്നോട് സ്നേഹമില്ലെന്ന് പറഞ്ഞ് കൂടെ കൂടെ നിൽക്കും. എനിക്ക് ഉറങ്ങണം, നീ അവിടെ കിടക്കാൻ നോക്ക്. അവൾ പെട്ടെന്ന് തന്നെ ബെഡിലേക്ക് കിടന്നു. അവളുടെ കിടപ്പ് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. ഇപ്പോഴും കുട്ടിത്തം വിട്ടുമാറിയിട്ടില്ല. പത്മയപ്പോൾ ചിന്തിച്ചത് മറ്റൊന്നാണ്. സേതുവേട്ടനുമായി ഡൽഹി ചെന്നിട്ട് വേണം സാറിൻ്റെ കാര്യത്തിൽ താൻ എടുത്ത തീരുമാനം തുറന്നു പറയാൻ. എല്ലാം തുറന്നു പറയാൻ. സേതുവേട്ടൻ തന്നെ അംഗീകരിക്കുമോ? അവൾക്ക് ആ കാര്യത്തിൽ ഭയമുണ്ട്. എന്നാലും തൻ്റെ സേതുവേട്ടനല്ലാണ്ട് ആരും തനിക്ക് വേണ്ടെന്ന് അവൾ ഓർത്തു. തുടരും.